ആൾക്കാരെ സൗണ്ട് മാറ്റുന്നൊരു പ്രത്യേകമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കുഴിയിൽ നിന്ന് ബെഞ്ച് കുഴിയിൽ നിന്ന് അവരുണ്ടാക്കി വരുന്നുണ്ട്. ഫൈബർ നാര് എന്ന് പറയുന്ന സാധനം ജോർജാണ് ആലോചിച്ചത്. ഈ പറയുന്ന ആൾ തന്നെ അദ്ദേഹം അത് മൈൻഡ് റീഡിങ് വഴി നേരിടുത്തു. അദ്ദേഹം അത് ആലോചിച്ചു, അവരത് വരച്ചുണ്ടാക്കി, അവരത് പരീക്ഷണം ചെയ്തു, അവിടെ ചേർത്തി. അതൊരു പുതിയ വിദ്യയാണ്. അവിടെ സൗണ്ട് മാറ്റുക, ഒരു ഫീഡ് കൊടുക്കുക. അത് കേൾവിയില്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലായിരുന്നിട്ടില്ല. അമേരിക്കയിൽ ഇതിന് ചില കാര്യങ്ങൾ പറഞ്ഞാൽ CAA സിൻഡ്രോം എന്ന് പറയും. അതിപ്പോൾ സാധാരണ മാറ്റി അത് ദേഹം മുഴുവൻ വിറയ്ക്കുന്ന അനുഭവം, ദേഹത്ത് ശരീരത്തിൽ ഇണങ്ങുന്ന അനുഭവം, ഇങ്ങനെയുള്ള കുറേ കാര്യമുണ്ട്. അതൊക്കെ ഇപ്പോൾ വ്യക്തമായി. അത് താഴെ നിന്ന് കുഴിയിൽ നിന്ന്, ഫ്രഞ്ച് കുഴിയിൽ നിന്ന് ആണ് നമ്മളെ വെക്കുക എന്നൊക്കെയാണ് ശരിക്കുള്ള അതിൻ്റെ ഭാഷ. പക്ഷെ ചെയ്യുന്ന മുഴുവൻ ഫ്രഞ്ചുകാരാണ്. മലയാളികളാണ് കൂട്ടുകെട്ടുള്ളത്. മുഴുവൻ കത്തോലിക്ക സമുദായമാണ്. അവർക്ക് അവരുടേതായിട്ട് ലോബിയുണ്ട്. അവരാണ് കുട്ടികളെ നശിപ്പിക്കണോ വേണ്ടയോ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ വളരെ പ്രാബല്യത്തിൽ വന്നു തുടങ്ങിയപ്പോൾ അനാവശ്യ ഛർദികൾ, അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ, ദേഹമാസകലം, കൈ വിറയ്ക്കുക, കാല് വിറയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പക്കാർക്കുണ്ടാവും. അതൊന്നും സൂക്കേടല്ല ഒന്നും. അത് മനഃപൂർവ്വം ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഫൈബർ അല്ലെങ്കിൽ നാര് എന്ന് പറയുന്ന സാധനം അതുവഴി മാറ്റി കഴിഞ്ഞാൽ വേറെ ഫീൽഡിൽ സൗണ്ട് മാറും നമ്മുടെയൊക്കെ. അതുകൊണ്ട് പ്രത്യേകം നമ്മുടെ സൗണ്ട് ഫോൺ വിളിക്കുമ്പോൾ ടാപ്പ് ചെയ്യുകയും ചായയുള്ളവർക്ക് അതേ തുടങ്ങിയ 99 മൈൻഡ് റീഡിങ് ഒരു സെലസ്റ്റിയൽ ബീയിങ് തന്നെയാണ്. ശരിക്കും അവർ പ്രത്യേകിച്ച് കാണുന്ന പറ്റില്ല. 15 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, 42 സെൻറ്റിമീറ്റർ ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും മൈൻഡ് റീഡേഴ്സ്. ശരിക്കും അത് വ്യക്തമായിട്ട് എനിക്ക് കാണാൻ പറ്റും. എനിക്ക് ജോർജ് എയ്രൂർ എന്ന് പറഞ്ഞ ആൾക്കൊരു ദിവ്യദർശനം കൂടിയുണ്ട്. ഈ 5 മേഡന്മാരാണ് ജോർജ് എയ്രൂരിൻ്റെ ഫ്രഞ്ച് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്. അവർ കത്തോലിക്ക സഭ വഴി ശ്രമിച്ച് 3 ദിവസത്തെ താമസം കൊണ്ട് അവർ ഫ്രാൻസിലുള്ള റൂക്ലോത്തിലി എന്ന് പറയുന്ന ഒരു റോട്ടിൽ പാരീസ് 12 അവിടെയാണ് മൈൻഡ് റീഡർ ആദ്യം എത്തിയത്. 99 ഏതാണ്ട് സെപ്റ്റംബർ അവസാനം ഒക്ടോബർ 99 നവംബറോടി ഒക്ടോബർ ആഴ്ച സെപ്റ്റംബർ അവസാനം ഒക്ടോബറോടി ഈ ചരിത്രം, മൈൻഡ് റീഡിങ് ചരിത്രവും ഫ്രാൻസും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു. അതാണിപ്പോൾ ദസോയിൽ അവസാനിച്ച് ഫ്രാൻസും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ 25ാം വാർഷികം കൊണ്ടുനടക്കുന്നത്. 99-98 പെന്തിക്കോസ്ത് തമ്മിൽ സഭകളിലുള്ള ചേട്ടന്മാരുടെ തമ്മിലടി, പ്രത്യേകിച്ച് പ്രൈവറ്റായിട്ട് ഉള്ള തമ്മിലടി ആണ് തുടക്കം. അതിന് ഫ്രാൻസിൻ്റെ മൈൻഡ് റീഡിങ്ങുമായിട്ടുള്ള തുടങ്ങിയത് വളരെ കുറച്ച് ലേറ്റായിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നു. ഈ സെലസ്റ്റിയൽ ബീയിങ്സ് വായിച്ച് കറക്റ്റാണത്. ഇത് കൂടുതൽ മെറ്റാഫിസിക്സും കൂടുതൽ അന്ധവിശ്വാസവും പരത്തല്ല. പക്ഷേ ഈ മൈൻഡ് റീഡർ എന്ന് പറയുന്നത് വ്യക്തമാണ്. അത് ഈ ഗ്ലോബ് വെച്ചിരിക്കുന്ന തരത്തിലുള്ള ക്ലെയർ പോയിൻറ്റ്സ് അല്ലാത്ത തരത്തിലുള്ള ചില മൈൻഡ് റീഡിങ് ഉണ്ട്. അത് മലയാളത്തിൽ വത്തിക്കാൻ സപ്ലൈ ചെയ്തായിരിക്കണം എന്നാണ് എൻ്റെ ധാരണ മുഴുവൻ. അവരോടാണ് വിധേയത്വം അവിടെ ചേർത്തി. ഇതിപ്പോൾ ഈ സൗണ്ട് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും, എല്ലാ മക്കളുടെയും, എല്ലാ ജനങ്ങളുടെയും സൗണ്ട് അവരിലുണ്ട്. അത് അവർ ഇലക്ട്രോണിക് മീഡിയ വഴി കിട്ടുന്നതാണ്. ഒരുപാട് ഓറഞ്ച് ബിസിനസ് സർവീസ്, അങ്ങനെ ഒരുപാട് ഏതൊക്കെയായാലും എവിടുന്നായാലും ഇത് കേൾക്കാവുന്ന തരത്തിൽ അവർക്ക് ഇത് ടാപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ തരത്തിലും. അതിനുമ്പൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും BSNL അക്കൗണ്ട് ഡയറക്ടർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, വേറെ കുറേ അക്കൗണ്ട് എന്തോ ഒരു ആവശ്യത്തിന് എന്ന് പറഞ്ഞ് അവരുടെ കറപ്ഷൻ ലെവൽ ഭയങ്കര ഡീപ്പ് റൂട്ടറാണ്. അത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും കേരളത്തിലെ ആൾക്കാരും എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചത്തുപോകുന്നു എന്തൊക്കെയുള്ള ചില ഭീഷണിയും. അത് 99 ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം 2003 തൊട്ട് ആ ഭീഷണിയുണ്ട്. ആൾക്കാർ മരിക്കുക എന്നുള്ളതും അപകടമടത്തിൽ തെളിവില്ലാതെ പോകുക എന്നുള്ളതും ഇതൊക്കെ തലയിൽ പറയുക, അല്ലെങ്കിൽ വേറെ അശ്ലീല ശബ്ദങ്ങൾ കേൾപ്പിച്ച് വണ്ടി കൊടുക്കുമ്പോൾ കൊല്ലുക എന്നുള്ളതാണ് അവരൊരു രീതി. അത് KP യോഹന്നാനെ തന്നെ മറ്റു പല കാരണങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നേരിട്ട് അപകടം വരുത്തി അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷൻ സമുദായത്തിനെതിരായി കത്തോലിക്ക സഭ കുറച്ചാളെ നിൽക്കുന്നു. ഇതൊക്കെ സ്പാനിഷ് ഇൻക്വിസിഷൻ, യൂറോപ്പിലുണ്ടായിട്ടുള്ള മറ്റു സംഭവങ്ങൾ, കത്തോലിക്ക സഭയുടെ പീഡനങ്ങൾ, ഇതൊന്നും മറന്നുകൊണ്ട് ഫ്രാൻസിനെ ആരും സ്നേഹിക്കേണ്ട. അവർ ഇടമൻ കത്തോലിക്കനാണ്. വത്തിക്കാനേക്കാളും കൂടുതൽ ഇടമൻ്റെ അവരാണ്. എനിവേ ദാറ്റ് അതുകൊണ്ട് സൗണ്ട് മാറ്റി സംസാരിക്കുക, സൗണ്ട് മാറുക, ഇതൊന്നും പറഞ്ഞാൽ 10 മണിക്കൂറിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. ശരിക്ക് സൗണ്ട് മാറുക എന്നുള്ളത് ശരി. നേരിയ ഫൈബറും നെഞ്ചിൻ്റെയും ചില പ്രശ്നങ്ങൾ അവരെ വയ്ക്കുന്ന കുഴിയിൽ നിന്ന് വയ്ക്കുന്ന ചില സാധനങ്ങളാണ്. അത് ചേർത്തി പറയുന്നത്. ജോർജ് എയ്രൂർ വാളമറങ്ങാട്ടാണ് സ്വദേശി. എയ്രൂർ കുടുംബത്തിൽ വരുന്നു. 2 പുസ്തകം പഠിച്ചിട്ടുണ്ട്. അകമ്പൻ, ബാറ്റ്യു, ഷാക്ക്, മൊൻസ അത് നെറ്റിൽ കിട്ടും, ഈ പുസ്തകത്തിലിട്ടും. മൊൻസ എന്നിവരെ ലേഖനങ്ങൾ അടങ്ങുന്ന, മറ്റു പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും അടങ്ങുന്ന ലേഖനങ്ങൾ തർജ്ജമ ചെയ്ത് ഉദാഹരണം ജോൺ ലൂക്ക് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായ, സിംഗുലി വിശ്വാസിയായ സ്വിസ് സിനിമാകാരൻ ജോൺ ലൂക്ക്, എല്ലാവർക്കും അറിയാതെ. പിന്നെ ബെർണാഡ് മെറി ഗോൾട്ടസ്,
എന്ന് പറയുന്ന വേറൊരു നാടകൃത്തുണ്ട്. പത്രീഷ്യരുമായിട്ടുള്ള ഇൻ്റർവ്യൂ, മറ്റു പലതായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. സ്വന്തം രചനയുണ്ട്, ജോർജ് രചനയുണ്ട്, അദ്ദേഹത്തിൻ്റെ നാടകമുണ്ട്. വായിക്കുക, ഫ്ലിപ്കാർട്ടിൽ കിട്ടും, ആമസോണിൽ കിട്ടും. ജോർജ് ഒരു EYEROOR GORGEYEROOR ഇത് EYEROOR ഇത് ഗൂഗിളിൽ നോക്കുക, എന്നിട്ട് സെർച്ച് ചെയ്യുക, ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ കിട്ടും, അവിടെ ചേർത്തി.